ഹലോ, ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പൂരാണെന്ന്. പൂരം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലുള്ളവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യണ ഒന്നാണ് കേട്ടോ. എന്നാൽ ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ അച്ഛനില്ലാത്ത ഫസ്റ്റത്തെ ഒരു പൂരാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അമ്പലത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തേക്ക്. അമ്പലത്തിൽ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലകൾ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് വഴിപാടായിട്ട് കൊണ്ടുപോകുന്ന വേലയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ വേലൊക്കെ നേരത്തെ തന്നെ പോയിട്ടാ. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഈ പൂരം നടക്കുന്നത് വെളുത്തൂർ അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അമ്പലം അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ വേലകളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ വേലകളും കുറേ വൈകിട്ടാണ് കയറിയത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കമ്മിറ്റി വേലയുടെ കൂടെ ആയിട്ടുണ്ടാവാറ്. അവരുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വരൽ. ഇപ്രാവശ്യം ഞങ്ങളാണെങ്കിലും നേരത്തെ തന്നെ അമ്പലത്തിൽ കയറി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഓരോ പാനിപ്പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. അല്ല, മസാലപ്പൂരി. ഇതിന് അതന്നെയാണ് പേര് പറയാമെന്ന് തോന്നുന്നു. അതല്ലാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ വരവുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കച്ചവട സ്ഥലത്തേക്കാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഈ കച്ചവട സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങി പോരല്ലോ ഒരു പതിവുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടാ. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ അമ്പലത്തിൽ വിളക്കത്തിക്കേണ്ട സമയമായിരുന്നു. എല്ലാ പ്രാവശ്യം ഞങ്ങളുടെ അമ്പലത്തിൽ രാത്രി പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എല്ലാവരും ചുറ്റുവിളക്ക് കത്തിക്കലുണ്ടായിരുന്നത്. ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരും വന്നിരുന്നു കേട്ടോ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയിലും കാണാം.